വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ എന്റെ വൈറ്റിപ്പഴപ്പ്. ചുമ്മാ വീഡിയോസ് ഉണ്ടാക്കുന്നു, യൂട്യൂബിൽ എന്റെ ഹോൾഡ് ഉപയോഗിച്ച് ഹിറ്റാക്കി ക്യാഷ് ഇടും. ഇങ്ങോട്ട് സത്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രതിഭാസമാണ് സത്യൻ, പ്രസ്ഥാനമാണ് സത്യൻ, പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു പ്രഹേളികയാണ് സത്യൻ. അഹങ്കാരം പറയില്ലട്ടോ, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെയാണ് എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും ഞാൻ നിങ്ങളോട് ഇതുപോലുള്ള ആളല്ലേ മെഡിക്കൽ കോളേജിന്റെ കക്കൂസ് കഴിയും. ഇതുപോലുള്ള ആളല്ലേ മെഡിക്കൽ കോളേജിന്റെ കക്കൂസ് കഴിയും. നീ കണ്ടോ, എന്റെ മോൻ ലാലുവിനെ പിടിച്ചാ കിട്ടൂല. പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. ഇനി ഇത്തരം പരിപാടികളുമായിട്ട് റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും. കാരണത്താന്നോ പൈസ ഉള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഇട്ട് നീന്തണ്ടായില്ലേ, വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയുക, രാവിലെയും വൈകിട്ട് നീന്തുക, നല്ലൊരു വ്യായാമമായിരിക്കും. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചില സ്ഥലത്ത് ആല് കളിച്ചാലും ചിലർക്ക് അതൊരു തണലെന്ന് പറയും. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ തീരുമാനം പാറ പോലെ ഉറച്ചതാണെന്ന് ഞാൻ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. കയ്യടി. ഭ്രാന്തന്മാര് സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടായി കൊടുക്കരുത്. മെന്റലാന്നുള്ളൊരു കാരണെ കൊണ്ട് കോടത്തിന്റെ വെറുതെ വിട്ട്. സത്യം സാറേ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഗുളിക കഴിക്കുന്നുണ്ട്, 3 നേരം കഴിക്കണ്ട്, 2 നേരം കൊണ്ട് കഴിക്കുന്നുണ്ട്, പിന്നെ ഷോക്ക് അടുപ്പിക്കുന്നുണ്ട്. MED ഒന്നും വെല്ലുവിളിക്കണ്ട, പഴയ കാലമല്ല എന്ന് മാത്രം ഞാൻ ആ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അനിയൻ ശുപാർശ ചെയ്ത് കാര്യം സാധിക്കാം എന്ന് വിചാരിക്കേണ്ട. MED വിളിച്ച് ഉപദേശിച്ച് വിടുമ്പോഴും പുറത്തു വന്നിട്ട് എൻ്റെ റീച്ച് കൂടി 10,000 കൂടി. നിനക്ക് വേറെ പണിയൊന്നുമില്ല ചേട്ടാ, എത്ര കിട്ടിയിട്ട് നീ എന്താ പഠിക്കാത്തത്? ലംഘനം നടത്തിയിട്ട് യൂട്യൂബിന് റീച്ച് കൂട്ടുമ്പോൾ മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും യൂട്യൂബ് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്തം. ഒരു പോലീസുകാരനെയും തല്ലുകൊള്ളുമ്പോൾ നിന്റെ ഈ സുഖയുടെ താനെ മാറിക്കോളും. ഈ ആർക്കും എന്ത് ഗോഷ്ടിയും കാണിക്കാം എന്ന് കരുതണ്ട. ട്രാൻസ്പോർട്ടിൽ ഇത്തരം വേലകൾ കാണിച്ചാൽ കർശനമായ നിലപാടായിരിക്കും. മൊത്തം കുഴപ്പമില്ലെന്നോ? മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട്, ഇത്തരം ആളുകളെ നിലയ്ക്ക് നിർത്തണമെന്നാണ്. ഈ കാര്യത്തിൽ തന്നെ കർശനമായ നടപടി എടുക്കാവുന്നതിൻ്റെ ഏറ്റവും കർശന നടപടി എടുത്ത് ബഹുമാനപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം. അത് അക്ഷരം പ്രതി പാലിക്കുകയും ഇനി ഇത്തരം പരിപാടികളുമായിട്ട് റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും. ക്ഷീണമൊന്നും മാറി വരികയായിരുന്നു അല്ലേ? ആലോചിക്കുമ്പോ തന്നെ കഷ്ടം തോന്നുന്നു. ഈ കക്ഷിയുടെ തന്നെ എനിക്ക് തോന്നുന്നത്, ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും വളഞ്ഞേരിക്കത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കാം, പക്ഷേ ആ സംസ്കാരമൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ എങ്ങനെയുണ്ട് എൻ്റെ പെർഫോമൻസ്? നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ കുഞ്ഞിരാമ? മണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല, പേടിക്കേ വേണ്ട. ഇതിനു മുമ്പുള്ള എല്ലാ യൂട്യൂബുകളും പരിശോധിക്കും. വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മേലത്തരം ഉണ്ടെങ്കിൽ എല്ലാത്തിനും നടപടിയെടുക്കും. ഞാൻ പറഞ്ഞില്ല അണ്ണന്റെ ബെസ്റ്റ് ടൈമാണെന്ന്. ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശത്ത് ഞങ്ങൾ ഉപദേശിച്ചു, ഒന്ന് ശാസിച്ചു വിട്ടു എന്നൊന്നും ആയിരിക്കില്ല. വണ്ടിയോടടുത്തപ്പോഴല്ലേ മാങ്ങാടെ പുളി അറിഞ്ഞത്. നടപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ പോലെ കർശനമായ നടപടി എടുത്തിട്ടേ അറിയിക്കും. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ.